അള്ളാഹുവിലേക്ക് തൗബയുടെ മനസ്സോടെ, ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സോടെ റബ്ബിലേക്ക് അടുക്കാനും മനോഹരമായ അവൻ തൃപ്തിപ്പെടുന്ന ഒരു പുതുവർഷത്തെ സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? അല്ലേ? എന്താണ് വിശേഷമൊക്കെ? എന്തിനാ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? എന്തിനാ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മള് ഈ ദിക്ർ ഹൽക്കയിൽ ഇങ്ങനെ പങ്കെടുത്ത് വന്നതിന് ശേഷം നമ്മളും പടച്ചോനും തമ്മിലുള്ളൊരു ബന്ധത്തിലെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റിയില്ലേ? പറ്റിയോ ഇല്ലേ? ഒരാളെങ്കിലും ഒന്ന് കൈവെക്കാവോ? എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലേ? കല്യാണം കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാവൂല അല്ലേ? കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ക്യാക്കൊന്ന് മുഖത്തോട്ട് നോക്കിയാൽ മതി, എനിക്ക് മനസ്സിലാവും ഉള്ളിലുള്ള എന്താണ്. അല്ലേ? എടി എനിക്ക് നിന്നെ കണ്ടാ മതി, എടി എനിക്ക് മനസ്സിലാവും നിന്റെ ഉള്ളിലിരിപ്പ് എന്താണ്. ബന്ധത്തിന്റെ ആഴം, ബന്ധത്തിന്റെ തീവ്രത അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോ നമുക്ക് മനസ്സിലാകും പടച്ചോനും നമ്മളും തമ്മിലുള്ള ബന്ധം അതിങ്ങനെ വളർന്ന് വരുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ദിക്റുല്ലാ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ നിങ്ങളോട് മുമ്പൊരു സംഭവം പറഞ്ഞിരുന്നു. ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിയെറുക്കാനായിട്ട് ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞെന്തിനാ? ഇസ്മായിൽ നബീനെ അറുത്ത് കാണാനുള്ള കൊതി കൊണ്ടാണോ? ആണോ? അല്ല. അങ്ങനെ അള്ളാഹ് ആഗ്രഹിക്കൂലല്ലോ. അള്ളാഹ് അങ്ങനെ ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. ഇസ്മായിൽ നബി പറയുന്നുണ്ട്, വാപ്പാ എന്നെ എന്തിനാ പടച്ചോൻ അറുക്കാൻ പറഞ്ഞത്? അത് അള്ളാന്റെ മുഖറബായ നിങ്ങളുടെ കൽബിൽ നിന്ന് കുറച്ചു നേരം പടച്ചോൻ അങ്ങ് മാറിയുന്നു. നിങ്ങളുടെ കൽബിൽ കുറച്ചു നേരം ആരുണ്ടായില്ല? അള്ളാഹ് ഉണ്ടായില്ല. അത് ആർക്കിഷ്ടായില്ല? ഒട്ടനെ ഒരടിയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിൽ എപ്പോഴും അവനെ കാണാനാണ് ആരിഷ്ടപ്പെടുന്നത്. വ്യാഴാഴ്ച ദിവസം എനിക്കാണെങ്കിൽ ശരീരം ഭയങ്കര വേദനയുണ്ട്. അപ്പോ അവിടെ പ്രിയപ്പെട്ട ഹാഫിസ് ഭായി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഫോണിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ല ശരീരം വേദനയാണ്, അപ്പൊ സുജൂദ് ചെയ്യാനൊക്കെ നല്ല പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഏതായാലും പ്രസംഗം ഖുതുബയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉസ്താദ്മാരാരെങ്കിലും നിസ്കരിപ്പിക്കാൻ നിർത്തിയിട്ട് ഞാൻ പുറകിലേക്ക് എന്നോളാം. അപ്പൊ ഹാഫിസ് ഭായി ചോദിക്കുന്നുണ്ട്, ജുമാക്ക് വരാൻ പറ്റുമോ ഉസ്താദിനെ കൊണ്ട്? പിന്നെ ജുമാഅല്ലേ നമ്മുടെ പ്രതീക്ഷ. എന്താ പറഞ്ഞു? ജുമാഅല്ലേ? അപ്പൊ എന്റെ റബ്ബ് ഞാനവിട എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞ അരമണിക്കൂറേ ഉള്ളൂ, ഞാൻ തല ഇറങ്ങി താഴ്ത്തു വീണു. പനി 103 ഡിഗ്രി ആയി. അതൊരു എനിക്ക് പനിയില്ല. അപ്പൊ ഞാനിവിടെ തിരിച്ചറിഞ്ഞൊരു സംഗതി ഉണ്ട്. ഞാൻ പ്രതീക്ഷ എന്തിലേക്ക് കൊണ്ടുവന്നു? ഇതൊരു ചെറിയ വൈകാരികമായൊരു സംഗതി നിങ്ങളോട് പറയാണ്. ഞാൻ എന്താ പറഞ്ഞത്? പ്രതീക്ഷ എന്തിലാണ്? ജുമഅയിലാണ്. നീ പ്രതീക്ഷ വെക്കേണ്ടത് എവിടെയായിരുന്നു? എൻ്റെ അടുത്തായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ വരൂന്ന് പറഞ്ഞതിന് വരെ പിന്നെ വരൂലേ? ജുമഅയിലെ നമ്മുടെ പ്രതീക്ഷ എന്നല്ലേ പറഞ്ഞത്? കിടക്കട അവിടെ എന്നാണ്. അതൊരു വൈകാരികമായ തലാണത്. നമ്മൾ അള്ളാഹുവുമായിട്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോ ഓരോ ചെറിയ സംഗതിയിലും നമുക്ക് ആരെ കണ്ടെത്താൻ പറ്റും? എൻ്റെ റബ്ബിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റും. അതിലൂടെ ലഭിക്കുന്ന ഒരു ആനന്ദം. എൻ്റെ റബ്ബ് ശരിക്കും ആ തലകറക്കവും ആ പനി അങ്ങ് കൂടി വന്നപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞൊരു സംഗതി ഉണ്ട്. എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചല്ലോ എന്നുള്ളൊരു സംഗതി. എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചല്ലോ അല്ലേ? ഞാൻ അവനെ ഒന്ന് അല്പനേരം മറന്നപ്പോ നീ എന്നെ മറക്കേണ്ടവനല്ല, നീ എന്നെ മറക്കേണ്ടവനല്ല എന്ന ബോധ്യം എൻ്റെ കൽബിലേക്ക് പകർന്നു തന്ന എൻ്റെ റബ്ബ് അല്ലാഹു സുബ്ഹാന. ആ ജീവിതം എന്ത് രസമായിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനുള്ള ഏറ്റവും നല്ല ആയുധാണ് ദിക്റുല്ലാഹി മിഫ്താഹുൻ. ആ വാതിൽ തുറക്കാൻ ദിക്റുല്ല എന്ന താക്കോല് വേണം. ദിക്റുല്ലാ. ലക്ഷക്കണക്കിന് വരുന്ന ഫിർഔനും പട്ടാളവും മുമ്പിൽ നിൽക്കുമ്പോ മൂസാ നബി പറഞ്ഞത് ഒറ്റ ദിക്റാണ്, ഇന്ന മഈ റബ്ബി. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ആ പറയേണ്ട താമസം കടല് ഒരു നാഷണൽ ഹൈവേ ആയിട്ട് മാറാണ്. നടക്കൂലാന്ന് കരുതുന്ന സംഗതി പോലും നടത്താൻ എന്ത് മതി? എൻ്റെ കൂടെ ആരുണ്ടായാ മതി?
എന്റെ കടം വീടാനായിട്ട് ഞാൻ പണിക്ക് പോകണമെന്നാണ് എല്ലാവരും പറയുക അല്ലെ? നമ്മളൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കുക. പണിക്ക് പോയാൽ കടം വീടും. പണിയാണോ കടം വീട്ടുന്നത്? ആണോ? അല്ല. അത് മൊയ്ലിയാക്കന്മാര് വരെ തെറ്റിദ്ധരിച്ചു വെച്ചൊരു സംഗതിയാണ്. ഏതോ ഒരാൾ കോമഡി രൂപയാണ് ഇങ്ങനെ പറഞ്ഞു. അതായത് ഏതോ ഒരു ഉസ്താദിനോട് ഒരാളൊന്ന് ചോദിച്ചത്രേ, ഉസ്താദെ കടം വീടാനായിട്ടൊരു ദിക്റ് പറഞ്ഞു തരാമോ എന്നാണ്. ഇന്നത്തെ കാലത്ത് പണിക്ക് പോവാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഉസ്താദിനോട് ദിക്റ് തരണേന്ന് പറയോ? ഇല്ലല്ലോ. പറയോ? എല്ലാ മനുഷ്യന്മാരും പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോയിട്ടും കടം വീടണില്ല. ഒരു ദിക്റ് തരാവോ? ദിക്റ് പറഞ്ഞു തരാവോ? പണിക്ക് പോടാ എന്നല്ല ആ സമയത്ത് പറയേണ്ടത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് നബിതങ്ങളോട് വന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, നബിയെ പണിക്ക് പോയിട്ടും പട്ടിണിയാണ്, ദാരിദ്ര്യാണ്. സൂറത്തുൽ വാഖിഅ ഓതിക്കോ സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് പണിക്ക് പോകലോ വേറെന്തെങ്കിലും അധ്വാനങ്ങൾ നടത്തലോ ഒന്നുമല്ല എന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത്. എന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത് ഒരേ ഒരുത്തനാണ്. ആര് മാത്രാണ്? അവൻ കൂടെ ഉണ്ടെങ്കിൽ പണിക്ക് പോകാന്നുള്ളൊരു കാരണം മാത്രമാണ്. അതിനർത്ഥം പണിക്ക് കൊണ്ട് വീട്ടിൽ കുത്തിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പണിക്ക് പോകണം. എന്നാൽ പണിക്ക് പോകലാണോ എന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത്? പ്രശ്നങ്ങൾ തീർക്കുന്നത് ആരാണ്? അല്ലാഹ്. ആ തിരിച്ചറിവുണ്ടോ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ സമാധാനാണ്. ആ തിരിച്ചറിവില്ലേ പ്രശ്നം. അതായത് രോഗത്തിൽ പോലും നമുക്ക് ആരെ കണ്ടെത്താൻ പറ്റും? കച്ചവടം നഷ്ടത്തിൽ പോലും ആരെ കണ്ടെത്താൻ പറ്റും? അങ്ങനെ ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ട ഏറ്റവും നല്ല ദിവ്യായുധമാണ് ദിക്റുല്ലാഹ്. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം وإلى حضرات آله وأهل بيته وخلفائه الراشدين وأزواجه الطاهرات أمهات المؤمنين وإلى حضرة سائر مشايخنا في السلسلة القادرية والرفاعية والشاذلية والنقشبندية والزهروردية قدس الله أسرارهم ونفعنا بهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. ഉറക്കെയാണോ എല്ലാവരും ഓതുന്നത്? ഞാൻ എൻ്റെ ഇതൊക്കെ അടഞ്ഞിരിക്കണോണ്ട് ഞാൻ കേൾക്കണോണ്ടാണോന്ന് അറിയാൻ പാടില്ല. ഒരു ഉഷാറില്ലായ്മ ഉണ്ടോ? പിന്നെ മഴയും തണുപ്പൊക്കെ വരുമ്പോ ഉണ്ടോ? ഇപ്പൊ വേർക്കുന്നത് ഞാൻ മാത്രമാണ്. നിങ്ങളൊക്കെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഒച്ച വരണ്ടില്ല അല്ലേ? മുഹമ്മദ് പാട്ട് പാടുന്നോ? അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ توبة طلبت منك يا شفيع المذنبين ثوب طهر عن سواك سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله لا جد لعبد مفلس من سداد المذهب حب حب البحبح يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله
الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله لا إله إلا الله لا الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് കയറിയിരിക്കട്ടെ. ആ മൂല്യം എണീറ്റേ. ആദിലേ എണീക്കുക, എല്ലാരും വിളിക്ക്. അല്ല അവര് വന്നോളും, നിങ്ങൾ പറയണ്ട. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമല്ല. ഇങ്ങോട്ട് കയറിക്ക് ഫ്രണ്ടിലേക്ക്. എല്ലാരും പറയണ്ട. ഇൻഷാ അല്ലാഹ് നോക്ക്. ഏത് സദസ്സ് സ്വീകരിക്കാനും ഏത് പ്രാർത്ഥന സ്വീകരിക്കാനും വേണം സയ്യിദുനാ റസൂലുള്ളാഹ്. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെയുള്ള പ്രാർത്ഥനകൾ അദ്ദുആഉ മൗഖൂഫുൻ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ തങ്ങി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മനസ്സറിഞ്ഞ് ചൊല്ലിക്കെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. شيل الله عبد القادر والمدد يا جيلاني باز الله أبا صالح يا صاحب البرهان. الله 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 أمدادك يا جيلاني نظرة جيلاني يا أنت البازور رباني شيخ القادر يا الله الله الله. شرعتلي
أمدادك يا رفاعي نظر رفاعي يا شيخي بالعرجى راعي أحباب الصوفي يا الله 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 كالوا والشاهن نقشبندي جدبي نظرا علي المحبة زادت عندي للشيخ النقشبندي يا الله 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 لا إله إلا أنت يا حي يا قيوم ഹൈ അല്ലേ, ജീവനുള്ളവൻ. ആര് മാത്രമാണ്? നമുക്ക് ജീവനുണ്ടോ? നമ്മളൊക്കെ മയ്യച്ചല്ലേ. നമ്മിൽ കാണുന്ന ഈ ഹയാത്ത് ആരുടേതാണ്? അവൻ്റെതാണ്. ഹയാത്തുള്ളവൻ ആര് മാത്രമാണ്? ഖയ്യൂം, നിലനിൽപ്പുള്ളവനും നിലനിൽക്കുന്നവനും ആര് മാത്രമാണ്? നമുക്ക് അങ്ങനെ ഒരു നിലനിൽപ്പുണ്ടോ? നമ്മൾ അവനിങ്ങനെ നിലനിർത്തല്ലേ അല്ലേ? ഞാൻ അവന്റെ അബ്ദാണെന്നുള്ള ബോധ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, لا إله إلا أنت يا حي يا قيوم. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. وحقق باطني وحقق باطني بحقائق لا إله إلا الله. لا إله إلا الله. ഇന്നമഈ റബ്ബി എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ ഇന്നമഈ റബ്ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. നമ്മളൊക്കെ വെറുതെ പറയാറുണ്ട് അല്ലേ? ആ ബോധ്യം നമുക്ക് എപ്പോഴെങ്കിലും വരാറുണ്ടോ? എൻ്റെ കൂടെ റബ്ബുണ്ട് ഉണ്ടാകാറുണ്ടോ? ഇന്നമഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. കലീമുല്ലാഹി മൂസ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത്. ആരാധിക്കണം? നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. ഏതെങ്കിലും ഒരാൾ ആരാധിക്കാനല്ല. വസല്ലു ഹംസക്കും, എന്നിട്ട് 5 വക്ത് നിസ്കരിക്കണം, എന്നിട്ട് നോമ്പ് പിടിക്കണം, എന്നിട്ട് സക്കാത്ത് കൊടുക്കണം, എന്നിട്ടോ തദ്ഖുലു ജന്നത റബ്ബിക്കും, എന്നിട്ട് നിന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹ്. ഭയങ്കര അർത്ഥവ്യാപ്തിയുള്ളൊരു സംഗതിയാണത്. അപ്പൊ റബ്ബിനെ ആരാധിക്കണം. നമ്മുടെ റബ്ബാരാണ്? നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് അല്ലേ? അതായത് ഈ ഭരണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാല് മുസ്ലിങ്ങൾ രക്ഷപ്പെടും, ഫാസിസ്റ്റുകളുടെ ഭരണം
ഭരണം മാറി മുസ്ലിങ്ങൾ ഭരിച്ചാലും മുസ്ലിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നെങ്കിൽ രക്ഷപ്പെടുമോ? നമ്മുടെ തവക്കുലൊക്കെ അവിടെ പോയില്ലേ? രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? നിങ്ങൾ പറയണില്ല ആരാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് വളർത്തിയത് എവിടെയാ? ഏറ്റവും വലിയ ഫാസിസ്റ്റായ ഫിർഔന്റെ മടിത്തട്ടിലാണ്. അങ്ങനെയുള്ള റബ്ബിന് എത്ര വലിയ ഫാസിസ്റ്റുകളുടെ മടിത്തട്ടിലിട്ട് നമ്മളെ വളർത്താനും പറ്റൂലേ? പറ്റൂല്ലേ? അവനാണ് നമ്മുടെ റബ്ബ്. വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. നമ്മൾ പാടിയിട്ടുണ്ട് ഈ ഒരു കവിത അല്ലേ? ജിബ്രീൽ വളർത്തിയ മൂസ കാഫിറായി പോയി, ഫിർഔൻ വളർത്തിയ മൂസ അള്ളാഹുവിന്റെ പ്രവാചകനുമായി. അതായത് ഈ കുട്ടികളെ ചെറുപ്പത്തിലെ കൊന്നുകളയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു മൂസയും കൂടെ ജനിച്ചിരുന്നു. സൂറത്തുൽ ബഖറയിൽ ആ മനുഷ്യന്റെ പേര് പറഞ്ഞത് സാമിരി എന്നാണ്. ദുർമന്ത്രവാദിയായ സാമിരി. സാമിരി എന്നുള്ളത് ആ നാടിന്റെ, സാമിറ എന്ന് പറയുന്ന നാട്ടിലേക്ക് ചേർത്തിട്ട് പറയുന്നതാണ്. അവന്റെ പേര് മൂസ ബിൻ ലഫർ എന്നാണ്. അപ്പൊ ആൺകുട്ടികളെ കൊല്ലുന്നോണ്ട് തന്നെ ആ കുട്ടിയുടെ ഉമ്മ കൊണ്ടുപോയി ഒരു ഗുഹയുടെ അകത്താക്കിയിട്ട് ഓടിപ്പോന്നു, എന്റെ മകനെ കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറഞ്ഞേക്കാൻ ആ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കുട്ടിയെ വളർത്തിയത് ആരാണ്? ജിബ്രീലാണ്. മൂസാ നബി വളർന്നത് എവിടെയാണ്? ഫിർഔന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാണ്. ഇവിടെ രക്ഷപ്പെട്ടത് ആരാണ്? ഫിർഔൻ വളർത്തിയ ആളാണോ ജിബ്രീൽ വളർത്തിയ ആളാണോ? ആരാണ്? എന്തൊരു അത്ഭുതം ചിന്തിച്ചു കഴിഞ്ഞാൽ. അള്ളാനെ അറിയലാണ് പ്രധാനം. അള്ളാഹുവിന്റെ അടിമയായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടും. ഏത് അധികാരികൾ നമുക്ക് മുകളിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രത്തിലാണോ ജീവിക്കണത്, ഇതൊന്നും അല്ല ഇവിടുത്തെ മാനദണ്ഡം. ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയായോ ഞാൻ രക്ഷപ്പെടും. അന്തസ്സോടെ എനിക്ക് ജീവിക്കാൻ പറ്റും. എന്റെ നേരെ വെടിയുണ്ട വന്നാലും ഇത് ഇങ്ങനെ നിന്നു കൊടുക്കും. ഫലസ്തീനുകളെ കണ്ടിട്ടില്ല നമ്മൾ അവരുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരാ, ആ ഈമാനൊക്കെ കൽബിലേക്ക് കയറ്റാൻ നോക്കണം. രക്ഷപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവും ആർക്ക് മാത്രമാണ്? മഹാനായ മാലിക് ഇബ്നു ദീനാർ, സ്വഹാബിയായ മാലിക് ഇബ്നു ദീനാർ അല്ല, ഇത് താബിഈങ്ങളിൽപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്. ഗസാലി ഇമാം ഒരു ചരിത്രം പറയുന്നുണ്ട്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണാൻ. സ്വപ്നത്തിൽ എന്താ? ഡമസ്കസിലെ പള്ളിയുടെ അകത്തൊരു മനുഷ്യൻ രാത്രി നിന്ന് നിസ്കരിക്കുന്നുണ്ട്. പട്ടിണിയാണ്, അയാൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ സ്വപ്നത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, യാ മാലിക്, എന്റെ ഒരു അടിമ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കാൻ വേഗം അടുക്കളയിൽ നോക്കിയപ്പോ കുറച്ച് ഉണക്കറൊട്ടിയും കറിയൊക്കെ ഉണ്ട്. അതൊക്കെ വാരി കൂട്ടിയെടുത്തിട്ട്, പാതിരാത്രി സമയല്ലേ, അന്ന് ലൈറ്റ് ഒന്നുമില്ലല്ലോ ആ കാലഘട്ടത്തിൽ, വഴി അന്വേഷിച്ച് നടന്ന് പള്ളിയിലേക്ക് എത്തി. ചെറിയൊരു നിലാവെട്ടുണ്ട്. അവിടെ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ നിസ്കരിക്കുന്നു. നിസ്കാരം ഇപ്പത്തിരുന്ന് എഴുതിയിട്ട് മൂപ്പരവിടെ വെയിറ്റ് ചെയ്യാൻ. എവിടെ? നിസ്കാരം തീരണില്ല. കുറേ നേരം കഴിഞ്ഞു. സലാം വീട്ടിട്ട് ഓടി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഏതോ മൂപ്പര് പറഞ്ഞിട്ട് മേടിച്ചോണ്ട് വന്ന പോലെ ആ സാധനം മേടിച്ചുകൊണ്ട് പോയി കഴിച്ചിട്ട് തിരിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും. ഇയാളെ നിസ്കരിക്കാൻ പോവാൻ. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്തിനു വന്നു എന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. ഭക്ഷണം മേടിച്ചു, കഴിച്ചു, അൽഹംദുലില്ലാ, തിരിച്ചു കൊടുത്തു. എന്നിട്ട് മൂപ്പര് സലാം പറഞ്ഞിട്ട് തിരിച്ചു നടക്കാൻ. അപ്പൊ തിരിച്ചു പോയപ്പോ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെ, പോണതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. എന്റെ വീട് തൊട്ടടുത്താണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വീടിന്റെ വാതിൽക്കലൊന്ന് മുട്ടിയാൽ മതി, ഞാനുണ്ടാവും സഹായത്തിന്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് മൂപ്പരുടെ മുഖാകെ ചുവന്നു. അലിംതു അന്നക ഗബിയുൻ. നീ എന്തൊരു പമ്പര വിട്ടിയാടാ. മനുഷ്യൻ ചോദിക്കാൻ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഭക്ഷണം വാങ്ങിക്കഴിച്ചത് നീ അള്ളാനെ അറിയുന്ന ഒരു മനുഷ്യനായിരിക്കും എന്ന് കരുതിയിട്ടാണ്, അള്ളാനെ അറിഞ്ഞ സ്വാലിഹായ ഒരു മനുഷ്യനായിരിക്കും എന്ന് കരുതിയിട്ട് നിന്റെ ഞാൻ ഭക്ഷണം മേടിച്ചു തന്നത്. ഇപ്പൊ നീ എന്താ പറയുന്നേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ഒരു വിഡ്ഢിയാണ്. പക്ഷെ എന്താ ലിമാത, എന്താ എന്നെ എങ്ങനെ വിഡ്ഢി എന്ന് പറയാൻ കാരണം? ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചോ? ഞാൻ നിന്നോട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു? എവിടെയോ ഉറങ്ങിക്കിടന്ന നിന്റെ കിനാവിൽ സ്വപ്നം കാണിച്ച് അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുപ്പിച്ച്
ഇവിടെ കൊണ്ടുവരിപ്പിച്ച റബ്ബന്റെ കൂടെ ഉണ്ടാകുമ്പോ നിന്റെ വീടിന്റെ വാതിൽക്കൽ മുട്ടാൻ അവന്റെ അടിമയായ ഞാൻ വരണോ? സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യന്റെ വിശപ്പാരറിഞ്ഞു? ഇന്ന മഅി റബ്ബി, എന്റെ കൂടെ ആരുണ്ട് എന്നുള്ള ബോധ്യാണത്. അല്ലാഹ്, ഈ ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയും. ഇതുവരെ പറച്ചിൽ മാത്രമായി പോകുന്നുണ്ട്. ഇപ്പൊ ഞാനടക്കം നമ്മളിങ്ങനെ ഒച്ചയിസ്തർ ഇങ്ങനെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പ്രസംഗിക്കും. ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഏത് ഘട്ടത്തിലും എന്റെ കൂടെ എന്നെ പടച്ച നാഥനുണ്ട്, അവൻ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യം. ആ ബോധ്യത്തിൽ വേണം ദിക്റുകൾ ചൊല്ലാൻ. അവര് പെടൂല. അവർക്ക് ആരുണ്ടാവും? അള്ളാഹുവിന്റെ മുഴുവൻ ഔലിയാക്കളും സ്വാലിഹീങ്ങൾ ഇവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്തത് എങ്ങനെയാണ്? ഈ ബോധ്യത്തിലാണ്. ഈ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഖുതുബുൽ അഖ്താബൊന്നും ആവണ്ട. നമ്മൾ ഈ ബോധ്യത്തിൽ നിന്ന് കൊടുത്ത് ആ ദിക്റിൽ അങ്ങ് പോയാൽ തന്നെ പടച്ചോന്റെ കാരുണ്യം നമുക്കിങ്ങനെ ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റും. ആ മക്കാമിലേക്കൊന്നും എത്തിയില്ലെങ്കിലും അവര് നടന്ന വഴിയെ നടന്നാൽ തന്നെ നമുക്കതിന്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും. മനസ്സറിഞ്ഞ് ചൊല്ലൂലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ചൊല്ലൂ. ഖൽബിൽ തട്ടിയിട്ട്, കഴിയുമെങ്കിലും ഒന്ന് കണ്ണക്കടച്ചിരുന്നിട്ട്, എനിക്കാര് മാത്രമേ ഉള്ളൂ, എനിക്ക് അള്ളയല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ ഖൽബിൽ തട്ടിയിട്ട് ഒരു 100 തവണ മനസ്സറിഞ്ഞ് ചൊല്ലാം. നമുക്ക് ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും വലഖിനൂ മൗതാക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله
لا إله إلا الله 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 بحق لا إله إلا الله بحق لا إله إلا الله بحق لا إله إلا الله يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العام مولاي ദിക്റിൽ ഇപ്പൊ ഷാറ് പോയി തോന്നണം അല്ലേ? ശരിക്കും ദിക്റിലും എന്ത് വേണം? ഷാറ് വരണ്ടേ? അങ്ങനല്ലേ? എനിക്ക് അല്ലയല്ലാതെ ആരുമില്ല. എന്നെ സഹായിക്കുന്നവൻ ആര് മാത്രാണ്? ഇപ്പൊ എനിക്ക് എൻ്റെ ഉമ്മ എന്നെ സഹായിക്കുന്നു, വാപ്പ സഹായിക്കുന്നു, കൂട്ടുകാർ സഹായിക്കുന്നു. ഇവരിലൂടെയൊക്കെ എന്നെ സഹായിക്കുന്നത് ആരാണ്? മുത്ത് നബി സഹായിക്കുന്നു, ബദരീങ്ങൾ സഹായിക്കുന്നു. ഇവരിലൂടെയൊക്കെ എന്നെ സഹായിക്കുന്നത് ആരാണ്? ഇവിടെ ഭൗതിക അഭൗതിക എന്നുള്ള വേർതിരിവൊന്നുമില്ല. സഹായിക്കുന്നവൻ ആര് മാത്രമാണ്?
ഇതാണ് തൗഹീദ്. ഈ തൗഹീദ് അറിയാത്തതിന്റെ പേരിലാണ് നമ്മൾ ഈ കിടന്ന റോട്ടിൽ തമ്മിൽ തല്ലിയും ജനങ്ങൾക്കിടയിൽ ചിത്രതയും ഭിന്നതയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മത്തിനെ തകർക്കുന്നത് അല്ലേ? തൗഹീദ് ഇതാണ്. എല്ലാം തരുന്നവൻ ആര് മാത്രാണ്? നിങ്ങൾ നോക്കിയേ, ആര് മാത്രാണ്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറവി രോഗം ബാധിച്ചു. മറവി, ഹദീസുകളൊക്കെ മറന്നു പോവാൻ ഓടി വരാൻ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരേ, എനിക്ക് മറവിയാണ്, മാറ്റിത്തരണേ നബിയേ. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാറ്റുന്നവൻ ആര് മാത്രാണ്? ഇതറിയാത്ത ആളാണോ അബൂ ഹുറൈറ? ആണോ? അല്ലല്ലോ. റസൂലുള്ളാഹിയോട് സഹായം തേടുമ്പോ ആ റസൂലുള്ളാഹിയിലൂടെ സഹായിക്കുന്നവനും ആരാണ്? അല്ലാഹല്ലേ. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടോ? നമുക്കെന്തെങ്കിലും കഴിവുണ്ടോ സ്വന്തമായിട്ട്? ഉണ്ടോ? ഇപ്പോ ഞാൻ സാത്തുവായിനെ വിളിക്കണം, സാത്തുവായി ഇതേ ഫോണൊന്നും അവിടെ വെച്ചെന്ന് പറയുമ്പോ സാഹത്തിന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് ഉറച്ചുപോയി. അതിന് മരിക്കണമെന്നൊന്നുമില്ല. സ്വന്തമായിട്ട് ഒരു കഴിവും നമുക്കൂല്ല. ഉണ്ടോ? ആ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഇവിടെ മരിക്കണം ജീവിക്കണമെന്നൊന്നുമില്ല. മനസ്സിലായോ? ചിലർ പറയും ദൂരെയുള്ളത് എങ്ങനെ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ കേൾക്കും, അടുത്തുള്ളത് എങ്ങനെ നമ്മൾ കേൾക്കും? തിരിച്ചു ചോദിച്ചാൽ എന്താ മറുപടി? ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ഉണ്ടോ? നിങ്ങളെ കേൾപ്പിക്കുന്നവനാരാ? അവൻ കേൾപ്പിച്ചില്ലെങ്കിൽ നിങ്ങളിത് കേൾക്കോ? അടുത്തിരിക്കുന്ന നമ്മളെ കേൾപ്പിക്കാൻ കഴിയുന്ന റബ്ബിന് ദൂരെയുള്ളവരെ കേൾപ്പിക്കാൻ പറ്റൂല എന്നാണ് നിങ്ങളുടെ വിശ്വാസം? പണ്ടൊക്കെ നമുക്കത് പറയാം, ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വിളിച്ച് അമേരിക്കയെ കേൾക്കാൻ പറ്റൂലേ? പറ്റൂലേ? ഈ മൊബൈലിനോട് കാണിക്കുന്ന വിശ്വാസം പോലും ഈ പറയുന്ന മനുഷ്യന്മാർ അള്ളാഹ്ക്ക് കൊടുക്കണില്ലല്ലോ. മൊബൈൽ ഉണ്ടെങ്കിൽ പറ്റും, എന്താണ് അള്ളാഹ്ക്ക് പറ്റൂലേ? സ്വഹീഹുൽ ബുഖാരിയിലെ ഖുദ്സിയായ ഹദീസാണ്, എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം എന്താ? അവൻ എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ കേൾപ്പിക്കും. നമ്മളിപ്പോ ഒരു പരിധിക്കപ്പുറം കേൾക്കൂല അല്ലെ? ആ പരിധി ആര് വെച്ചതാ? ആ പരിധി ആര് വെച്ചതാ? അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കുമ്പോ ആ പരിധി അള്ളാഹ് അങ്ങോട്ട് എടുത്തു മാറ്റും. അതിനും ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ട് പറ്റും? അങ്ങനെ കഴിവുള്ളൊരു റബ്ബില നമ്മൾ വിശ്വസിക്കണത്. കഴിവില്ലാത്തവൻ അങ്ങനെ ഒരു റബ്ബില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയും? നമ്മുടെ സ്വയബുദ്ധിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയൊന്നുമല്ല അള്ളാഹ്. നമ്മൾ ചിന്തിച്ച് എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ട് ഇതാണ് അള്ളാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കഴിവിനെ ഏറ്റവും മോശമാക്കുന്ന ആളുകൾ, എന്നിട്ട് ഞങ്ങൾ തൗഹീദിന്റെ വക്താക്കളാന്ന് പറഞ്ഞാൽ എത്ര വലിയ വിരോധാഭാസമാണ്. അബൂ ഹുറൈറ പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, പോയി അള്ളാഹിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. ഇല്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, എന്താ? നിന്റെ അരപ്പട്ട് ഒന്ന് വിരിച്ചു പിടിക്ക്. അരയിൽ കെട്ടിയിട്ടുള്ള ആ അരപ്പട്ടൊന്ന് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി 3 തവണ അന്തരീക്ഷത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ കോരി അതിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ടത് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. അതിങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അബൂ ഹുറൈറ പറയാൻ, അതിൽ പിന്നെ ഞാനൊന്നും മറന്നിട്ടില്ല സയ്യിദുനാ അബൂ ഹുറൈറ. ഒരു സ്വഹാബിയുടെ കണ്ണിൽ അമ്പ് കുത്തിക്കൊണ്ടിട്ട് നബി എന്റെ കണ്ണുപോയി യാ റസൂലുള്ളാഹി എന്റെ കണ്ണുപോയി. റസൂലുള്ളാഹി തങ്ങള് കൺഡോക്ടറാണോ? കണ്ണിന്റെ ഡോക്ടറാ? പോയി അള്ളാഹിനോട് ചോദിക്കണം പറഞ്ഞു റസൂലുള്ളാഹി. ഇല്ല, അതിലൊരു തെറ്റില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്തു? കണ്ണും എടുത്തിട്ട് ഉമിനീരങ്ങ് തേച്ചിട്ട് തിരിച്ചും ഒട്ടിച്ചു കൊടുത്തു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. കണ്ണങ്ങ് വെച്ചു കൊടുത്തു, കണ്ണിന് കാഴ്ച കിട്ടി. ആ റസൂലുള്ളാഹിയിലൂടെ അവിടെ പ്രവർത്തിച്ചത് ആരാ? അള്ളാഹിനെ കൊണ്ടത് പറ്റൂലേ? എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ അവന്റെ കൈ ഞാനായി മാറും. അല്ലാഹു റബ്ബുൽ ആലമീൻ. സ്വഹീഹുൽ ബുഖാരിയിലെ ഖുദ്സിയായ ഹദീസ്. ഖുദ്സി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറഞ്ഞ ഹദീസ്. അള്ളാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഉണ്ടോ? നമ്മുടെ കാരണവന്മാരൊക്കെ ചിലപ്പോ എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോഴേക്ക് അങ്ങനെ വിളിക്കല്ലേ, പറയരുത്, ഒരിക്കലും പറയരുത്. ആ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ അവരിലൂടെ ആ ഉമ്മയെ സഹായിക്കുന്നത് ആരാണ്? അല്ലാതെ ബദരീങ്ങൾ ആരും ദൈവമാക്കിയിട്ടില്ല. ഒരു മുസ്ലിമും അങ്ങനെ വിശ്വസിക്കണില്ലല്ലോ. എത്ര വലിയ അബദ്ധമായ ധാരണയത്. സ്വഹീഹായ ഹദീസിലില്ലേ, ഈസാ നബി ഇറങ്ങി വരും. അവസാനം ഈസ ഇറങ്ങി വരും, ദജ്ജാലിനെ കൊല്ലും അല്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്റെ ഖബറിന്റെ അടുക്കൽ വരും.
ഫഖാല യാ മുഹമ്മദൂ, മുഹമ്മദ് നബിയെ എന്നെ സഹായിക്കണേ എന്ന അർത്ഥത്തിൽ വിളിക്കും. ലാ ഉജീബന്ന, ഞാൻ ഉത്തരം കൊടുക്കും, തീർച്ച. സയ്യിദുനാ റസൂലുള്ളാഹ്, ഞാൻ ഉത്തരം കൊടുക്കും. ആ വിളി കേൾപ്പിക്കുന്നവനാരാ? ഉത്തരം കൊടുപ്പിക്കുന്നവനാരാ? ഇത് മനസ്സിലാകാത്തവരല്ല അഹ്ലുസുന്നയുടെ വിശ്വാസികൾ. ഇത് തിരിച്ചറിഞ്ഞ തൗഹീദ് ക്ലിയറാ. ഇതൊന്നും മനസ്സിലാകാതെ തൗഹീദ് എന്താ, ശിർക്ക് എന്താ, അള്ളാഹുവിന്റെ കഴിവിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആളുകൾ മോശമായി പോയില്ലേ. നമ്മൾ യഥാർത്ഥ തൗഹീദ് പഠിക്കണം, യഥാർത്ഥ തൗഹീദ് പഠിക്കണം. സ്വഹാബികളിൽപ്പെട്ട ബിലാലുൽ മുസ്നി റളിയല്ലാഹു അൻഹു മഴയില്ലാത്ത സമയത്ത് ഓടി വരുന്നത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്കാണ്. യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മത്തിക് ഇന്നഹും ഖദ് ഹലകൂ. നബിയേ, ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണേ നബിയേ, ഉമ്മത്ത് നശിച്ചുകൊണ്ടിരിക്കാണ് നബിയേ. ആരോടാ പറയണേ? ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിയോട്. ആർക്ക് കേൾപ്പിക്കാൻ പറ്റും? മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റും? ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കാൻ പറ്റും? ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്ന റബ്ബിന് മരിച്ചവരെയും കേൾപ്പിക്കാൻ പറ്റും. പറ്റൂലേ? പറ്റൂലേ? ആ സ്വഹാബി തിരിച്ചു വന്ന് കടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുകയാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, മഴ കിട്ടും, ഉമറിനോട് എന്റെ സലാം പറയണം. ഉമറിനോട്, ഉമർ റളിയല്ലാഹു ഭരിക്കുന്ന കാലഘട്ടം അത്. എന്നിട്ട് ഇത്തിരി കട്ടി കുറച്ച് ഭരിക്കാൻ പറയണം. ആരാ പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ സ്വഹാബി ഞെട്ടി ഓടുകയാണ് ഉമറിന്റെ അടുക്കലേക്ക്. ചെറിയ തെറ്റ് കണ്ട തല വെട്ടണം ഉമർ. ശിർക്കാണെങ്കിലും മിണ്ടാതിരിക്കുവോ? റസൂലുള്ളാഹി സലാം പറഞ്ഞു എന്ന് കേട്ടപ്പോ തന്നെ ഒരു ചെറിയ കുട്ടി കരയണത് പോലെ പൊട്ടിക്കരയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഴ കിട്ടി, നല്ല മഴ തന്നെ കിട്ടി. അപ്പൊ ഇതൊക്കെ ദീനിന്റെ പാരമ്പര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ വന്ന് വെള്ളമില്ലാന്ന് സങ്കടം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കൊടുക്കുക. അതാരുടെ കഴിവാണ്? അള്ളാന്റെ കഴിവാണ്. റസൂലുള്ളാഹിയോട് സങ്കടം പറഞ്ഞപ്പോ അവിടുത്തെ വിരലിന്റെ അകത്തുനിന്ന് വെള്ളം കൊടുക്കുകയാണ്. ഇതാരുടെ കഴിവാണ്? അള്ളാന്റെ കഴിവാണ്. ഇവരിലൂടെ ഒക്കെ പ്രവർത്തിക്കുന്നത്, നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് എല്ലാം ആരാണ്? ലാ ഹൗല വലാ ഖുവത. പിന്നെ അതൊരു സ്നേഹത്തിന്റെ ബന്ധം. എനിക്ക് ബദരീങ്ങൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ ബദരീങ്ങൾ എന്ന് വിളിക്കും. എനിക്ക് വാപ്പാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ എന്റെ വാപ്പാന്ന് ഞാൻ വിളിക്കും. എനിക്ക് റസൂലുള്ളാഹിനെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ എന്റെ റസൂലുള്ളാഹിനെ ഞാൻ വിളിക്കും. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുമ്പോ ആ ബന്ധത്തിന് വല്ലാത്തൊരു ഒരു തീവ്രതയുണ്ട്, ഒരു രസമുണ്ട് അതിന്, അല്ലേ? അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെ ഞാനങ്ങ് വിളിക്കുന്നത് കാണുമ്പോ ആർക്ക് സന്തോഷാവും? അതല്ല, ഇന്നല്ലാഹ വ മലായികതഹു, അള്ളാഹ് പോലും സ്വലാത്ത് ചെയ്യാൻ. ആരെ? മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബിയെ നമ്മൾ വിളിക്കുമ്പോ ഇപ്പൊ ആർക്ക് സന്തോഷാവും? ആർക്ക് സന്തോഷാവും? ഇതാണ് ദീൻ, ഇതാണ് ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാല് നമ്മുടെ ഖൽബ് തെളിഞ്ഞു കിട്ടും. നമ്മൾ ഹക്കിന്റെ അഹ്ലുകാരായി നിലകൊള്ളും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ചിലര് അതെന്തിനാ ഇപ്പൊ റസൂലുള്ളാഹിനെ വിളിക്കണം? അല്ലാഹ് പോരെ? അള്ളയാണ് മതിയായവൻ. ഇവർക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് മതിയാകാത്തവൻ. കാരണം ഇവരുടെ വാദം എന്താ? മനുഷ്യന്മാര് തമ്മിൽ സഹായം ചോദിക്കാം, മറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോട് മാത്രം? നമ്മുടെ വിഷയം അതല്ല. മറഞ്ഞതും തെളിഞ്ഞതും രഹസ്യവും പരസ്യവും ഭൗതികവും അഭൗതികവും എല്ലാം ആരോട് മാത്രം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രമാണ് സഹായതേട്ടം. ഈ അടുത്തൊരു മൂവാറ്റുപുഴയിലുള്ള ഒരു സഹോദരൻ കണ്ടായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലിന്റെ താഴെ എഴുതി കൊടുത്തേക്കാണ്, പ്രാർത്ഥനയും അഭൗതിക സഹായതേട്ടവും അള്ളാഹിനോട് മാത്രം. അതെന്തേ? ഭൗതികമായി സഹായിക്കാൻ അള്ളാഹിനെ കൊണ്ട് പറ്റൂലേ? എന്താ ഹദീസിലുള്ളത്? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ ആരോട് ചോദിക്കണം? നിങ്ങൾ കേട്ടില്ല? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ ആരോട് ചോദിക്കണം? അള്ളാഹിനോട്. ഇതാണ് ഹദീസിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ട് പടച്ചോനെ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി, നീ ഒന്ന് തുന്നി തന്നെ എന്ന് പറഞ്ഞ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? പിന്നെന്താ അതിന്റെ അർത്ഥം? പടച്ചോൻ എനിക്കൊരു ഗ്ലാസ് ചായ തരണേ എന്ന് പറഞ്ഞാൽ തരാൻ പറ്റാത്തവനാണോ അള്ളാഹ്? അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? ആണോ? അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾ പറയണില്ല. ആണോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
ഭൗതികവും അഭൗതികവും എല്ലാ സഹായവും ആരോട് മാത്രം? ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അല്ലാതെ ഭൗതികമായത് ആരോടും മനുഷ്യന്മാർ തമ്മിലായിക്കോട്ടെ, അഭൗതികമായതൊക്കെ അള്ളാഹിനോട് അല്ല. ഭൗതികവും അഭൗതികവും അള്ളാഹിനോട് മാത്രം. ഉമ്മ എനിക്ക് ചായ തരുന്നുണ്ടെങ്കിൽ അത് ഉമ്മയുടെ കഴിവല്ല, അള്ളാന്റെ കഴിവാണ്. റസൂലുള്ളാഹി എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിയുടെ കഴിവല്ല, അള്ളാന്റെ കഴിവാണ്. എല്ലാ കഴിവും ആർക്ക് മാത്രം? ആ ബോധ്യത്തിൽ ചൊല്ലിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم طهر قلوبنا عن غيرك ونفر قلوبنا بنور معرفتك بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم طهر قلوبنا عن غيرك ونفر قلوبنا بنور معرفتك بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لله من أبدا على حبيبك അല്ലാഹു സുബ്ഹാന പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് തുറന്നു കിട്ടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാവിൻ്റെ 40 മഗ്ഫിറത്തിന് വേണ്ടിയും ഖബർ ജീവിതം സന്തോഷത്തിലാകാനും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാനും വേണ്ടി ഇന്നത്തെ ദിക്റിലേക്ക് ഭക്ഷണം തന്ന അവരുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ വസിയത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഹദിയ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട മാതാവിനും അവരിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ട സഹോദരന് വേണ്ടിയും ബാപ്പയുടെ പ്രയാസങ്ങൾ നീങ്ങുന്നതിനും ബിസിനസ്സിലും കുടുംബത്തിലും ബറക്കത്തുണ്ടാകാനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ദിക്ർ മജ്ലിസിലേക്ക് എല്ലാ മാസവും 1017 രൂപ നൽകുന്ന ഒരു കൂട്ടം യുവാക്കളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ജീവിതത്തിലും തൊഴിലിലും മറ്റു മേഖലകളിലും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ദിക്ർ മജ്ലിസിലേക്ക് ഹദിയകൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ഭക്ഷണം പാക്ക് ചെയ്യാൻ സഹായിച്ച നമ്മുടെ ചെറിയ കുട്ടികളടക്കം അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മകന്റെ പരീക്ഷയാണ്, ഉന്നത വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 300 രൂപ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട ഭർത്താവിനും കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ പേരക്കുട്ടിക്ക് ഖൈറായ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ റാഹത്തായ നിലക്ക് നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരന് കാലിന് സുഖമില്ല,
ഇരുന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ദാക്കിരിങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖൽബൊന്ന് നന്നാക്കണേ അല്ലാഹ്. ഹറാമുകളുടെ കൂമ്പാരമായ ഹൃദയം ഒന്ന് കഴുകിയിട്ട് നിന്നോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. നിന്നെ തിരിച്ചറിയുന്ന ഹൃദയം നൽകണേ അല്ലാഹ്. ഈ ദിക്റിനെ ചേർത്തു പിടിച്ചവരെ നീ ചേർത്തു പിടിക്കണേ അല്ലാഹ്. സഹായങ്ങൾ നൽകിയവരുണ്ട്, ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കണേ അല്ലാഹ്. അസുഖബാധിതർക്ക് ശമനം നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഖൈറായ സ്ഥാപനങ്ങളിൽ നീ അഡ്മിഷൻ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ ചിത്രതകളിൽ നിന്നും നീ കാവലേകണേ റഹ്മാനേ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, ഇന്നത്തെ ഈ മജ്ലിസിലേക്ക് ചീരണികൾ നൽകിയവർ, ഭക്ഷണത്തിലേക്ക് ഹദിയ ചെയ്തവർ, അവരുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പൊറുച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ സന്തോഷം നൽകണേ അല്ലാഹ്. പാപമോചനം നൽകണേ അല്ലാഹ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. പടച്ചവനെ, ദിക്റിന് വേണ്ടി ഈ നാടിന്റെ പല ഭാഗത്ത് നിന്ന് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാരടക്കം എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ യതീമുകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഖൈറായൊരു പുതുവർഷം നൽകണേ അല്ലാഹ്. നിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ, നിന്റെ സ്വാലിഹീങ്ങളായ നിന്റെ ഔലിയാക്കളുടെ പിന്നാലെ നടക്കാൻ, അവർ നടന്ന വഴിയെ നടന്ന് നിന്നിലേക്ക് അണയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.